അതെ ഫോണില് മെസ്സേജ് എന്തെങ്കിലും വന്നോ? ഫോണിൽ എന്ത് മെസ്സേജ്? പെൻഷന്റെ. ഇപ്പൊ എന്തിനാ നിനക്ക് പെൻഷൻ? മരുന്നൊക്കെ തീർന്നു. അതിലുണ്ടായിരുന്നല്ലോ കുറച്ചുകൂടെ, എടുത്തോ? ഞാൻ ഇപ്പൊ നോക്കുമ്പോ ഇല്ലേ. അതുമില്ലേ? ആ ഇനി വ്യാരി വരുമ്പോ പറഞ്ഞോ. അവനോട് പറഞ്ഞ അപ്പ ചോദിക്കും പെൻഷൻ കിട്ടിയില്ലേന്ന്. അത് നിസ്കാൻ വേണ്ടിയിട്ടാണേ. അതൊന്ന് കിട്ടിയാൽ അതും കൂടി വലിച്ചോണ്ട് പോവാ. എന്ത് ജാതി ആൾക്കാരാ. ഇതിപ്പോ ഈ പെൻഷൻ കിട്ടണതിന് മുമ്പ് മരുന്നെങ്കിലും മേടിച്ചോണ്ട് തന്നോണ്ടിരുന്ന അപ്പൊ അതുമില്ല. എന്ത് ചോദിച്ചാലും അപ്പൊ തിരിച്ചു വയ്ക്കും, പെൻഷൻ കിട്ടിയില്ലേ, പെൻഷൻ കിട്ടിയില്ലേ. അതെ, അത് ഇതിന് വേണ്ടിയിട്ടാണേ, ഈ പൈസ നിസ്കാനേ. അവൻ വരുമ്പോ നിങ്ങളൊന്ന് പറയണം മരുന്ന് മേടിച്ചു തരാൻ. ഞാനോ? വേണമെങ്കിൽ പറഞ്ഞോ. എന്താ നിങ്ങൾ അച്ഛനല്ലേ? അച്ഛനല്ലേ, ആ ബോധം അവനും കൂടി വേണ്ടേ, നല്ല നടക്കൂ. കുട്ടികൾ ചെറിയ പ്രായത്തിൽ അവർക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചിട്ടൊന്നല്ല നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തതെന്നാണോ? ഇപ്പോൾ വയസ്സായി, തന്തയ്ക്കും തള്ളയ്ക്കും എന്താ വേണ്ടതെന്ന് അറിഞ്ഞിട്ട് വാങ്ങിച്ചു തരണം. അങ്ങനെയല്ല മക്കള്. ഇതങ്ങനെ ഇത് എന്താ കിട്ടണമെന്ന് വെച്ചാൽ അതെന്ന് അതും കൂടി അടിച്ചു മാറ്റിയിട്ട് കൊണ്ടുപോവുകയാണ്. ഊരുത്തം കട്ട ജാതി. ഇതിപ്പോ മരുന്ന് മേടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ കൂടും, പിന്നെ എന്നോട് ദേഷ്യപ്പെടും. ഞാൻ ദേഷ്യപ്പെടണമെന്നില്ല. എന്താ ദേഷ്യപ്പെട്ടിട്ട് കാര്യം? പ്രഷർ കൂടൂലോ. പ്രഷർ കൂടാണ്, കൂടിക്കോട്ടെ. എന്നിട്ട് അവൾ ചാവും. കയറി വന്നാൽ അതല്ലേ ഉണ്ടാവുക. അപ്പം എങ്ങനെ അവരെന്നെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കുഴിച്ചിട്ടോളൂ. ഇനി കുഴിച്ചിടാൻ പൈസ ഇല്ലാണ്ട് ഇനി പെൻഷൻ കാശ് വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുവോ? അങ്ങനെ ഇരിക്കുവോ? അല്ല, പറയാന്ന് ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴേ അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നു. വരുന്നുണ്ട്, വരട്ടെ. ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും പോരുത്. ഞാൻ വരണേ, ഞാൻ ചോദിച്ചോളാം, നിങ്ങള് മിണ്ടണ്ട. ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് നോക്കണേ ഇല്ല. എന്തത്ര വേഗം തിരിച്ചു വന്ന? അതെ, ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയി. പെട്രോൾ പമ്പിൽ ചെന്ന് പെട്രോൾ അടിക്കാൻ നോക്കുമ്പോഴാണ് കയ്യിൽ പേഴ്സ് ഇല്ല. എന്തിനാ രണ്ടാളും വന്ന് ഈ വാതിക്കിരിക്കണം? അകത്തു വല്ലയിടത്തും പോയി കിടന്നൂടെ? പിന്നെ എന്ത് പിന്നെ? അച്ഛനെ അവിടെ ഇരിക്കട്ടെ. കേട്ടില്ലല്ലോ. അമ്മ, ഈ മേശപ്പുറത്തുള്ള പേഴ്സ് കണ്ടായിരുന്നാ? അവിടെ തന്നെ ഉണ്ടാവും. അതെ, അച്ഛന്റെ മരുന്ന് തീർന്നു. ഇതെന്താ രണ്ടെണ്ണം വെച്ചിട്ടാണോ കഴിക്കണത്? തീർന്നു പോയടാ, അത്യാവശ്യം ഒന്ന് മേടിക്കടാ. മേടിക്കാനായിട്ട് അച്ഛന്റെ പെൻഷൻ കിട്ടുന്ന പൈസ കൊണ്ട് മേടിക്കുന്നത് എനിക്ക് എല്ലാം കൂടി നടക്കൂല. അതല്ല, ഇപ്പൊ അത്യാവശ്യം ഇതുകൊണ്ടല്ലേ. BP-യുടെ ആണ്. അച്ഛന് BP കൂടും, പിന്നെ ദേഷ്യം വരും. ഇപ്പൊ അച്ഛന്റെ BP കുറഞ്ഞിട്ട് ഇവിടെ എന്താ കാര്യം? എന്റെ പൈസ ഇല്ല ഇത് എല്ലാത്തിനും കൂടി. എടാ, ഒരു 10 ദിവസത്തേക്കുള്ള മേടിക്കാനായിട്ട് എനിക്ക് നേരമില്ല. ഒരു 100 കൂട്ടം കാര്യങ്ങളായിട്ടാണ് ഞാൻ നടക്കണ. ഞാൻ പൈസ തരാം, ആരെങ്കിലും വിട്ടൊന്ന് മേടിപ്പിക്ക്. ഇങ്ങനെ ഇരിക്കുകയാണ് ഗുളിക തിന്നാനായിട്ട്. എല്ലാം 100ന്റെ അല്ല, 10-70 രൂപ പോരെ മരുന്നിന്. ബാക്കി ഞാൻ തരാം. ഒരു കഷ്ടമാണ്. എന്നാ ഈ പൈസ പെൻഷൻ കിട്ടുമ്പോ ഇങ്ങോട്ട് തരണം. കേൾക്കാതെ പോലെ ഇരിക്കാണ്. എന്തൂട്ട് ഇത്ര പറയാനുള്ള വാതിക്ക തന്നെ ഇരുന്ന്. രണ്ടാളും കൂടി കുളിച്ച് അത്ര ഇരിക്കാണ്. കണക്കൊക്കെ എഴുതി വെച്ചോ, പെൻഷൻ കിട്ടുമ്പോൾ കൊടുക്കേണ്ടി വരും. അതെഴുതി. എത്ര നേരായി പഞ്ചസാര 2 കിലോ പോരെ? വീട്ടിലേക്ക് വെളുത്തുള്ളി. ഭാര്യനോട് സംസാരിക്കണം. മറ്റേ പച്ചരി വേണോ? സാറേ, കുറെ നേരായി സാറേ കാത്തിക്കണേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാനേ ഇത് ലിസ്റ്റ് ചെയ്തപ്പോൾ നോക്കിയിട്ട് ഞാൻ മേടിച്ചോളാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കടയിൽ നിന്നിട്ട് വിളിച്ചോളാം. ശരി. കാലത്തെ വരുമ്പോൾ ഇതൊന്നും പറഞ്ഞുകൂടാ. ഒരാളായിട്ട് വാ, തിരക്ക് കൂട്ടണ്ട. ഒരാളെ വെച്ച് എനിക്ക് നോക്കാൻ പറ്റുമോ? നിങ്ങൾ അവിടെ ഒന്നെന്നെല്ലാം ചെയ്യല്ലേ? എന്താ കാര്യം? എൻ്റെ അമ്മയുടെ വയസ്സ് തെറ്റിപ്പോയി. ആരമ്മയാണ്? എൻ്റെ അമ്മയുടെ. അതൊന്ന് തിരുത്താൻ വേണ്ടി വന്നാണ്. അമ്മയ്ക്കിപ്പോൾ എത്ര വയസ്സായി? 36. ആരമ്മയാണ്? എൻ്റെ അമ്മ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായി?
എനിക്ക് ഇപ്പം 72 വയസ്സായിട്ടുണ്ട്. 72 വയസ്സായ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയ്ക്ക് എങ്ങനെ 36 ആവും? അതെ, തെറ്റിക്കിടക്കാണ് സാറേ. തെറ്റായ വയസ്സാണ് 36. അപ്പൊ ശരിയായിട്ടുള്ള വയസ്സ് എത്രയാണ് അത് പറയും? അതിപ്പോ ഏതാണ്ട് 90 വയസ്സായിട്ടുണ്ടാവും. 90 ആയില്ലേ? ഇനിയിപ്പോ അതൊക്കെ തിരുത്തേണ്ട കാര്യമുണ്ടോ? സാറ് പെൻഷൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പെൻഷൻ കാശ് കിട്ടിയിട്ട് എന്താ അത്യാവശ്യം? മരുന്ന് മേടിക്കാനാണ് സാറേ. അമ്മയ്ക്ക് എന്താ അസുഖം? അയ്യോ, അമ്മയ്ക്ക് ഒരു അസുഖമില്ല. പിന്നെ അമ്മ അതേ തൊഴിലുറപ്പിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. മരുന്ന് എനിക്കാണ് സാറേ. ഓ അത് ശരി. എവിടെ എങ്ങടുത്ത് നോക്കട്ടെ. ഓ, ഈ റേഷൻ കാർഡിലാണോ പൈസ തെറ്റി കിടക്കണേ? ആ. ഓ അപ്പൊ അതേ, ഇതെന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ഇവിടെ അല്ല, ഈ ഓഫീസിലല്ല. ഇത് സപ്ലൈ ഓഫീസ് എന്ന് പറഞ്ഞൊരു ഓഫീസുണ്ട്. അതെവിടെയാണ്? സപ്ലൈ ഓഫീസ് നമ്മുടെ പോസ്റ്റ് ഓഫീസില്ലേ? എവിടത്തെ? നമ്മുടെ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസില്ലേ, ബസ് സ്റ്റാൻഡിന് അടുത്തിരിക്കുന്ന പോസ്റ്റ് ഓഫീസ്, അതിന്റെ പുറകുവശത്താണ് ഈ സപ്ലൈ ഓഫീസ്. അവിടെ കൊണ്ട് കൊടുത്താൽ മതി. അവിടെ കൊണ്ട് കൊടുത്ത എന്റെ രേഖകൾ പേപ്പറുകളെല്ലാം കൊണ്ട് കൊടുത്ത് പറഞ്ഞാൽ മതി. അപ്പൊ ഈ വയസ്സ് മാറ്റി തരുമോ? അവിടെ കാണിച്ച വയസ്സ് മാറ്റി തരാം. ഏത് ഓഫീസ് എന്ന് പറയാം? സപ്ലൈ ഓഫീസ് എന്ന് പറഞ്ഞ്. സപ്ലയർ ഓഫീസ്. സപ്ലയർ അല്ല, സപ്ലൈ ഓഫീസ്. ഞാനിത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് അവിടെ കാണിച്ചാൽ മതി. പോസ്റ്റ് ഓഫീസിൽ ആരുടെ ഇത് കാണിച്ചാൽ സപ്ലൈ ഓഫീസ് കാണിച്ചു. അപ്പൊ അമ്മയുടെ വയസ്സ് പറയണ്ടേ? ഇതൊക്കെ അവിടെ പറഞ്ഞു തരും, അവിടെ പറഞ്ഞു തരും. ഇതവിടെ കാണിച്ചാൽ മതി കേട്ടോ. പൊക്കോ. അപ്പൊ ഇത് പോസ്റ്റ് ഓഫീസിൽ ഈ രണ്ടും കൂടി അങ്ങോട്ട് കൊടുത്താൽ മതി. ഇത് ഇത് കൊടുത്താൽ മതി. ഇത് കൊടുത്താൽ മതി. പോസ്റ്റ് ഓഫീസിൽ കൊടുത്താൽ. ഇത് പോട്ടെ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. പറഞ്ഞു കൊടുക്കുന്നത് കഷ്ടം തന്നെയാണ് സാറേ. എന്തേ? അയാളെ വെറുതെ വഴി തെറ്റിച്ചില്ല നിങ്ങൾ. എന്തിനാ അയാളെ പോസ്റ്റ് ഓഫീസിലേക്ക് വിട്ട്? പോസ്റ്റ് ഓഫീസിന്റെ പുറകിലാണ് സപ്ലൈ ഓഫീസ്. ഞാൻ മാന്യമായിട്ട് ഒരു കടലാസിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അല്ല, പ്രായമായ ആളതുകൊണ്ട് അല്ലാണ്ട് നടത്തിക്കണ്ടല്ലോ വെച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഇയാൾ അയാളെ കൂടെ ചെന്നിട്ട് സപ്ലൈ ഓഫീസ് കാണിച്ചു കൊടുക്കും. അല്ല, എനിക്ക് വേറെ പണിയുണ്ട്. അപ്പൊ തനിക്ക് വേറെ പണി? എനിക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. അല്ല, നിങ്ങൾ വീട്ടിലേക്കുള്ള പച്ചക്കറിന്റെ കണക്കൊക്കെ ഇവിടുന്ന് പറഞ്ഞു കേട്ടോ, അതുകൊണ്ട് പറഞ്ഞ. എന്റെ വീട്ടിലെ കാര്യം ഞാൻ എവിടെ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് ചെയ്യും. നിങ്ങൾ ആ കാര്യത്തിലുള്ള ഇടപെടല്ല. നിങ്ങൾക്ക് എന്താ വന്ന കാര്യം പറയും? ശരി, ഞാൻ എൻ്റെ റെസിഡൻസിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്ന. റെസിഡൻസിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്ന. അതിന്റെ റെസിപ്റ്റ് എടുക്ക്. റെസിപ്റ്റ് എടുക്ക്. നിങ്ങൾ കളിച്ചോണേ. ഇതെന്ത് ഭാഷയാണിത്? അത് തല തിരിച്ച് പിടിക്ക്. തല തിരിച്ച് നിങ്ങൾ നേരെ തന്നൂടെ നിങ്ങൾക്ക്? ഇതെന്താ ഇത്? റെസിപ്റ്റാണ്. ഇതൊന്ന് വലുതാക്കിയേ, കണ്ണു പറ്റണില്ല. വിളിച്ചാ നേരെ. എന്തിനാ സർട്ടിഫിക്കറ്റ്? ഇത് റേഷൻ കാർഡിനാ സാറേ. റേഷൻ കാർഡ് ഇല്ലേ? ഇല്ല, വാടക വീട്ടിലാണ് നിൽക്കണേ. ഓ അത് ശരി. നല്ല ചൂടനാന്ന് തോന്നുന്നു. വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളായിട്ട് കച്ചറുണ്ടാക്കി പോന്ന വയ്ക്കും. ആ ചൂട് കേട്ടോ, അത് നമ്മളെ വില തീർക്കുക. ഷമീറ മൊയ്തു. അത് എന്താ അറിയോ ഷമീറ? അല്ല, സമീറ നമ്മളല്ല. സമീറിന്റെ പെണ്ണുങ്ങളാ. ഞാൻ ഭർത്താവ് മൊയ്തുവോ. മൊയ്തു, ഈ ഫയൽ എൻ്റെ മേശപ്പുറത്ത് വന്നിട്ടില്ല. എവിടെ പോയി? സെക്ഷൻ ക്ലർക്ക് ലീവാണേ. അപ്പോൾ അയാൾ വന്നിട്ട് എൻ്റെ മേശപ്പുറത്ത് എത്തിച്ചാലാണ് എനിക്കിത് ശരിയാക്കി തരാൻ പറ്റും. വല്ലാത്ത കഷ്ടമാണ് സാറേ. കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ ഇതിനു വേണ്ടി ഓടി നടക്കുകയാണ്. അറിയങ്ങൾക്ക്. അല്ല, നാളെ വരും. നാളെ അയാൾ വരുമ്പോൾ വന്നോളൂ. അപ്പം ഞാൻ നാളെ തന്നയക്കാം. സെക്ഷനിലെ ആള് വന്നോട്ടെ സുഹൃത്തെ, പറഞ്ഞില്ലേ നിങ്ങളെടുത്ത്? സാറേ, ഇത് അപേക്ഷ കഴിഞ്ഞാൽ ഉടനെ കിട്ടുന്നൊക്കെ പേപ്പറിൽ എഴുതി കണ്ടിക്കണല്ലോ. അല്ല, നിങ്ങൾ പത്ര ഓഫീസിൽ പോയി ചോദിക്കും. അമ്മാരി വർത്താനം പറയുന്നത് സാറേ. നിങ്ങൾ എന്താ നിങ്ങളടുത്ത് മാന്യമായിട്ടല്ലേ പറഞ്ഞത്? ആളില്ല. സാധാരണക്കാർ വിഷമങ്ങളൊന്നും മനസ്സിലാക്കണം. അതെ, ഇത് വന്ന് ചോദിച്ച വഴിക്ക് എടുത്തു തരാൻ വേണ്ടിയിട്ട് ഇത് വിസിറ്റിംഗ് കാർഡൊന്നല്ല. ഇതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. എല്ലാ പേപ്പറും റെഡി ആവണ്ടേ? നാളെ വന്നോളൂ. നാളെ വന്നാൽ തരാം. നാളെ ഇപ്പോൾ ഈ സെഷൻകാർക്ക് വരുന്ന വല്ല ഉറപ്പുണ്ട്? ഒരു കാര്യം ചെയ്യും, ഞാൻ സെക്ഷൻ ക്ലർക്കിന്റെ വീട് അഡ്രസ്സ് തരാം. കൊല്ലത്താണ്. നിങ്ങൾ അവിടെ വരെ പോയി ചോദിക്കുക, അയാൾ നാളെ വരുമോ, ഇത് വന്നാൽ ശരിയാവും എന്നൊക്കെ കേട്ടോ. അങ്ങോട്ട് പോകാൻ വണ്ടിക്കൂലിങ്ങൾ വരുമോ? ആവശ്യം നിങ്ങളുടെ അല്ലേ? അല്ലേ? എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ തലേ കയറി തീയിടരുത്. അല്ല, കാര്യമായിട്ട് പറയാ. മനുഷ്യന്റെ വിഷമം മനസ്സിലാക്കണം. നിങ്ങൾക്ക് വിഷമം, ഞങ്ങൾക്ക് കൊണ്ട് ഒരുപാട് വിഷമം. അവരവരുടെ വിഷമം മനസ്സിലാക്കുന്നത് അങ്ങനെ പറയല്ലേ. അതെ, നാളെ അയാൾ വരും. നാളെ തരാം കേട്ടോ. നാളെ വരാം. ശരി ശരി. വന്ന വഴിക്ക് നിന്നോട് മുടട്ടു എന്ന് അറിഞ്ഞോണ്ടാ. അല്ലെങ്കിൽ വേണമെങ്കിൽ കൊടുക്കുകയായിരുന്നു. 2 ദിവസം നടക്കട്ടെ. കൊടുക്കണം സാറേ. നമ്മളോടെ കളി. 2 ദിവസം താമസിപ്പിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അഥവാ സാറ് നേരത്തെ കൊടുത്താൽ പോലും ഞാൻ 2 ദിവസം വൈകിപ്പിക്കും. എനിക്ക് അവനോട് ദേഷ്യമായിപ്പോയി. എൻ്റെ വീട്ടു സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതിയാണ് അവന് പ്രശ്നം. സ്വന്തമായിട്ട് റേഷൻ കാർഡില്ലാത്ത എന്നെ ഭരിക്കാൻ വരുന്നു. ഞാൻ പുറപ്പെടേണ ഒരു 11 മണിയാകുമ്പോഴേക്കും എത്തും. ശരിയാ.
ഇടയ്ക്ക് വിളിക്കണ്ട കേട്ടാ. അമ്മ അമ്മ ആ ഞാൻ ഇറങ്ങിയണേ. എവിടെ പോണ്? അതെ ഞാൻ ഇന്ന് വൈകിട്ട് വരൂല കേട്ടോ. ഞാൻ 2 ദിവസം അവളുടെ വീട്ടിൽ നിൽക്കും. ആ അപ്പൊ 2 ദിവസം കഴിഞ്ഞ് എല്ലാരും കൂടി വാങ്ങുന്ന. അമ്മ എന്ത് വർത്താനമാണ് ഈ പറയണ? അവളുടെ അച്ഛന് സുഖമില്ലാതിരിക്കല്ലേ? അവളെപ്പോ എങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാ? അതും എൻ്റെ അച്ഛനും അമ്മയും തന്നെയല്ലേ? ആ മോനെ, എന്നാ പിള്ളേരെങ്കിലും കൊണ്ടുപോയി. എത്ര ദിവസമായിട്ട് അതുങ്ങളെ കണ്ടിട്ട്? എന്ത് വർത്താനമാണ് അമ്മ ഈ പറയണ? പിള്ളേർ ഇവിടെ കൊണ്ടുവന്ന അച്ഛൻ പഠിക്കാൻ സമ്മതിക്കോ? ഈ പാടത്തും പറമ്പത്തും ഒക്കെ പോയി കാക്കനെയും കിളീനെയും പശുവിനെയൊക്കെ കാണിച്ച് അതുങ്ങളെ കൊണ്ട് നടക്കും. ഒരു അക്ഷരം പഠിക്കാൻ സമ്മതിക്കൂല. വെറുതെ പിള്ളേരുടെ ഭാവി കളയാനായിട്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ട് ആ കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, പോയി മേടിച്ചോ. അത്യാവശ്യമുള്ളത് മാത്രം, കയറി മെഴുകാൻ നിൽക്കരുത് കേട്ടോ. മിണ്ടായിരിക്കടാ, മിണ്ടായിരിക്കേ പോരാ. പോയോ? സുമയുടെ വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ടോ? അവ കുട്ടികളെ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? എങ്ങനെയാ കൊണ്ടുവരാ? നിങ്ങള് ചീത്തയാക്കല്ലേ? ഞാൻ ചീത്തേക്ക്? ആ എങ്ങനെ ഞാൻ ചീത്തേക്കണ്? കുട്ടികൾ ഇവിടെ നിൽക്കുമ്പോ ഒന്നും പഠിക്കണില്ല, നിങ്ങൾ പാടത്തും പറമ്പിലൊക്കെ കൊണ്ടു നടക്കണെന്ന്. ആ അതെന്നായി. അപ്പൊ ഇനി എന്താ അത്ര പരിപാടി? നമുക്ക് കുട്ടികളെ കണ്ടേ. ആ ഇനിയിപ്പോ കുട്ടികളെ കാണാൻ പോകാനും വല്ല കാലം കുടിക്കേണ്ടി വരുമോ? അങ്ങോട്ട് പോവാ തന്നെ. ആ നന്നായിട്ടുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് അപ്പം അവർ തീരുമാനിക്കണ പോലെയല്ലേ നടക്കുള്ളൂ. അതന്നെ. നീ ഇവിടെ ഇന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് ഓടിക്ക്. അങ്ങോട്ട് നീങ്ങിയിരിക്കേ. ഇപ്പുറത്ത് കൂടെ വന്നിട്ട് ഇരുന്നാ പോലെ ഇവിടെ. ഞാൻ തന്നെ ഇത് കൂടി അങ്ങനെ വരുന്ന അങ്ങോട്ട് നിന്ന്. എന്തിവിടെ ഇരുന്ന് അങ്ങോട്ട് നിന്ന്. എന്ത് ഉണ്ണി? ആരുണ്ണി? ആ വിളിക്കാത്ത ഉണ്ണി. ആ വാ വാ ഉണ്ണിയെ. ചേട്ടാ എപ്പോ വന്നു? എന്റെ സത്യേട്ട ഒന്നും പറയാണ്ടിരിക്കുന്നല്ലേ. ആ ബാംഗ്ലൂരൊക്കെ സാധനം കൊണ്ട് ട്രിപ്പ് പോയി, ആടെ കുടുങ്ങിപ്പോയി. 3-4 ദിവസം. ആ അതന്നെ പറഞ്ഞിരുന്നു. ഇങ്ങനെ അവിടെ കുടുങ്ങി ഇങ്ങോട്ട് വരാൻ പറ്റണില്ല. പ്യാരി അവിടെ പോയി. പ്യാരിനെ ഒന്ന് കണ്ട ആവശ്യം. ആരെ? പ്യാരിനെ ഒന്ന് കാണായിരുന്നു. എന്തേ? സുമയുടെ വീട്ടിലാ. ഓ ഭാര്യ വീട്ടിൽ പോയത്. വിശേഷം വിശേഷം ഇപ്പൊ ഭാര്യ വീട്ടില് വിശേഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇപ്പൊ ഞങ്ങൾക്ക് അറിയില്ല. അവൻ അവിടെ തന്നെയാണ്. എപ്പോഴെങ്കിലും ഒരു മിന്നായം പോലെയൊക്കെ അങ്ങോട്ട് വന്ന് അങ്ങോട്ട് അങ്ങനെയൊക്കെ അത്രയൊക്കെ ഉള്ളു ഇവിടെ. ഞാനേ ചായ എടുക്കാം. ചായ വേണ്ട, ഇപ്പം വേണ്ട. അല്ല ചായ വേണ്ട, ഇപ്പൊ പോയിട്ട് ധൃതിയുണ്ട്. അച്ഛന് മരുന്ന് മേടിച്ചോണ്ട് കൊടുക്കണം. ആ അല്ല അച്ഛനപ്പോ ഈ വാർദ്ധക്യ പെൻഷൻ കിട്ടണില്ലേ? ഉണ്ട്. ആ പിന്നെന്തിനാ നീ വാങ്ങിച്ചു കൊടുക്കണ്? അച്ഛൻ വാങ്ങിച്ചോളില്ലേ? ഇവിടൊക്കെ അങ്ങനെയാണ്. പൈസ കൊടുത്താൽ വാങ്ങൂല. മരുന്നും സാധനങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ കൊണ്ടു കൊടുക്കും. നമ്മ ചെയ്യണ്ടേ. അതെ അതെ അത് ചെയ്യണം. സത്യേട്ടാ ഞാൻ പോയിട്ട് വരാം. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. വന്ന പറയണം കാര്യോട്. ആ കണ്ടോ, അങ്ങനെയാ നല്ല മക്കള്. വയസ്സുകാലത്ത് തന്തയ്ക്കും തള്ളയ്ക്കും ഉപകരിക്കുന്ന മക്കൾ അങ്ങനെയാണ്.